ഈ UPSC ഒരു എന്താ പറയുക, ഇറ്റ്സ് എ ഹംബ്ലിങ് എക്സാം. നമ്മളെ ഹംബിൾ ചെയ്യിപ്പിക്കും. 24 എനിക്ക് 23 മെയിൻസും പോയി, അതിനോടൊപ്പം എനിക്ക് 24 പ്രിലിംസും പോയി. അപ്പോഴത്തേക്ക് പിന്നെ ഉള്ളിലും, അതായത് വേറെന്തെങ്കിലും പ്രൊഫഷൻ നോക്കാൻ വരെ ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു. നോട്ട് ഹോൾ ഫാമിലി, മോസ്റ്റ് ഓഫ് മൈ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ എനിക്ക് അഗെൻസ്റ്റ് ആയിരുന്നു. സാർ എന്ത് ക്വസ്റ്റ്യൻസ് ആയിട്ടേക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇഫ് യു ആർ പെർസിസ്റ്റൻറ്റ്, ഇഫ് ദ ഗൈഡൻസ് ഈസ് കറക്റ്റ്, ഹാർഡ് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇന്നലെ നാളെ എന്തെങ്കിലും കയറും. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഒരു 3-4 മാസമായിട്ട് സ്ഥിരം എന്നെ കാണാൻ വന്നുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് നമ്മളോടുള്ളത്. ജസ്റ്റ് കാണാൻ വരുമെന്ന് മാത്രമല്ല, ഒരു 1.5-2 മണിക്കൂർ അവിടെ ഇരിക്കും, ആൻസേഴ്സ് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കും, എന്നിട്ട് ചായ വാങ്ങിച്ച് കുടിക്കും, എന്നിട്ട് കുറേ വിഷമങ്ങൾ പറയും. അങ്ങനെ ഒരു 4-5 മാസമായിട്ട് സ്ഥിരം എൻ്റെ ജീവിതത്തിലൊരു സാന്നിധ്യമായിരുന്നു ഈ വ്യക്തി, ഈ ആസ്പിരൻ്റ് അല്ല, ഈ കഴിഞ്ഞ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്ത് ഓൾ ഇന്ത്യ റാങ്ക് 397 കിട്ടിയ ജസീല ജന്നത്ത്. ജസീല, ഹായ് സാർ. സന്തോഷമാണോ? ഒരുപാട്. 10 എത്ര ഉണ്ട്? 10-11. ഞാൻ പോഡ്കാസ്റ്റ് എടുത്ത് എനിക്ക് ശീലമില്ല. പിന്നെ അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഒരു ഫോർമലായിട്ട് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലേ. പിന്നെ അക്കാഡമിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഇപ്പോൾ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ജസീല എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെ ചെയ്തു എന്നുള്ളത് ഇപ്പം അല്ലേ കണ്ടിട്ടുണ്ട്. അതെ, അപ്പോൾ ജസീല എന്ന വ്യക്തിയെ കൂടുതൽ അറിയാം എന്നുള്ളതും ഈ പോഡ്കാസ്റ്റിന്റെ ഉദ്ദേശമാണ്. ഓക്കെ, ഇപ്പം സിവിൽ സർവീസ് കിട്ടി, ഇപ്പം എന്താ തോന്നുന്നത്? ഒരു ട്രാൻസിഷൻ ഫേസിലാണ് ആക്ച്വലി. സ്റ്റുഡൻറ്റ്, അതൊരു ആസ്പിറൻ്റ് നിന്ന് ഒരു ഓഫീസർ ഇതിലോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന, അതായത് ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. അത് ഞാനിപ്പോൾ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയായിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ദാറ്റ് ഐ ബിക്കം എൻ ഓഫീസർ. അതെ, അതുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള ആ ഒരു ഫീൽ അങ്ങോട്ട് മാറി. ഒരു ട്രാൻസിഷൻ ഫേസ് ആണ്. 2 രീതിയിലാണ്. കുറച്ച് ഓൺ എ സീരിയസ് നോട്ട് ഭയങ്കര റെസ്പോൺസിബിലിറ്റി കൂടാൻ പോവുകയാണ്. ഇനിയാണ് അനദർ ടേൺ ഓഫ് ലൈഫ് ആരംഭിക്കാൻ പോകുന്നത്. അനദർ ടേണിൽ ഒരു വലിയൊരു ഹേർഡിൽ കഴിഞ്ഞു, ലോങ് ജേർണി കംപ്ലീറ്റഡ് എന്നുള്ളൊരു സന്തോഷവും സമാധാനവും ഉണ്ട്. അപ്പോൾ എങ്ങനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു റെസ്പോൺസിബിൾ ഫേസിന് വേണ്ടി കുറച്ചുകൂടെ സീരിയസ് ആയിട്ടിരിക്കുക, ചളി അടിക്കുന്നത് കുറയ്ക്കുക, അങ്ങനെയൊക്കെയാണോ? അങ്ങനെയല്ല, അത് നോർമലി, അതായത് ഞാനിങ്ങനെ സാറി പറഞ്ഞു ചളിയൊക്കെ അടിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ പറയും, അതെ നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഓഫീസറാണ് അതിങ്ങനെ പറയൂ. അപ്പം അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഇൻഡയറക്റ്റ് മെച്യൂരിറ്റി പീരീഡാണ്. അത് വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സമയമാകുമ്പോൾ അതങ്ങ് വരും എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടി, സോ പുറത്തേക്കൊക്കെ പോകുമ്പം നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവും. കൈൻഡ് ഓഫ് ദാറ്റ് 2 രീതിയിലാണ്. ഒരു കോൺഫിഡൻസും ഫീൽ ചെയ്യും. ആ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു മെച്യൂരിറ്റി ഫീൽ ചെയ്യും. അതൊരു ഇവോൾവിങ് മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഇത്തവണയാണെങ്കിലും സൈലത്തിന് 29ഓളം റാങ്കുകളുണ്ട്. ഇപ്പം ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് യുക്തിപൂർവ്വമാണ് ഞാൻ സന്തോഷിക്കുന്നത്. പഠിപ്പിക്കുന്നു, കിട്ടുന്നു. പക്ഷെ ഞാൻ ഹൃദയം കൊണ്ട് സന്തോഷിച്ച റാങ്ക് അത് ജസീലയുടെയാണ്. എനിക്ക് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് സാറിൻ്റെ എനിക്ക് എക്സ്പ്രഷൻ തന്നെ തുടക്കത്തിലുള്ള റിയാക്ഷൻ തന്നെ മനസ്സിലായതാണ്. ബിക്കോസ് ഈ പീരീഡ് മാത്രമല്ല, മെയിൻസ് ക്ലിയർ ചെയ്തപ്പോഴും രാത്രി റിസൾട്ട് വന്നിട്ട് ഞാനും ഉറങ്ങിപ്പോയി. ആക്ച്വലി എനിക്ക് ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മുന്നേ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്നിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, തിരിച്ച് വിളിക്കണമെന്നില്ല, ഞാൻ ആ സന്തോഷത്തിൽ വിളിച്ചതാണ് റിസൾട്ട് കണ്ടപ്പോൾ ഉള്ളത് എന്നുള്ളത്. അതെ, രാത്രിയാണ്. അപ്പം എനിക്ക് അത് സാറിൻ്റെ ഒരു പേഴ്സണൽ ഫീൽ ഓഫ് ഹാപ്പിനെസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില റാങ്കുകൾ നമുക്ക് സന്തോഷം കിട്ടും, ശരിയാണ്. ആസ് എ ടീച്ചർ പഠിപ്പിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചില റാങ്കുകളിൽ എനിക്ക് തോന്നും ഒരു വലിയ സോഷ്യൽ കോൺട്രിബ്യൂഷൻ ഞാൻ ചെയ്തതെന്ന്. അങ്ങനെ ഒരു റാങ്കാണ് ജസീലയുടേത്. അതെ, ഉറപ്പായിട്ടും അതൊരു ആൻസർ റൈറ്റിങ്ങിന് ഇവാലുവേഷൻ തരാന്നുള്ളതിനപ്പുറം കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഒരു നോർമൽ അല്ലെങ്കിൽ ഒരു യൂഷ്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നൊരു മെൻറ്റർഷിപ്പ് ആയിരുന്നില്ല എനിക്ക് ടെസ്റ്റ് സീരീസ്, മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസിൻ്റെ സമയത്ത് എസ്പെഷ്യലി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് സാർ യൂസ് ടു സിറ്റ് അറൗണ്ട് 1 hour, ചിലപ്പോൾ 1 മണിക്കൂറിൻ്റെ മേലേക്ക് പോകും. നമ്മൾ വേറെ എന്തൊക്കെയോ, അതായത് പാർട്ട് ഓഫ് എക്സാം ആണെങ്കിലും കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞു. അതൊരു റിയൽ സോഷ്യൽ അതെ. അപ്പം ഒത്തിരി നേരം ഇരുന്ന് അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. ദാറ്റ്
എനിക്ക് ഭയങ്കര കോൺഫിഡൻസ്, ആ ഒരു കറക്റ്റ് ആൻസർ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എൻ്റെ പോയിൻറ്റ്സ് ജനറേറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ല്, അതൊക്കെ സംസാരിച്ച് തന്നെ ഉണ്ടായതാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു ഇൻ്ററാക്ഷൻ ഭയങ്കര നീഡാണെന്നുള്ളത്. അത് ഈ ഒരു മെയിൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായത്. ഇപ്പം എത്തിക്സിന് വൺ ഓഫ് ദി ഹയസ്റ്റ് മാർക്ക് അറൗണ്ട് 130 അടുത്തുണ്ട്. 127. അപ്പോൾ ഞാൻ എത്തിക്സ് പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ലൈറ്റ് എൻഡേഴ്സ് ത്രൂ ദ വൂണ്ട്. നമുക്ക് വെക്കാൻ പറ്റുന്നൊരു കോട്ട എന്ന് പറഞ്ഞാൽ പറയാറുണ്ട്, ഓർക്കുന്നില്ലായിരിക്കും ചിലപ്പോൾ, പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് എൻഡേഴ്സ് ത്രൂ ദ വൂണ്ട്. അതിൻ്റെ ഒരു ലൈഫ് ഫിലോസഫിയും കൂടാ. അതായത് നമ്മൾ എന്താ പറയുക, ഒരു വെളിച്ചം കിട്ടുന്നത് വേദനകൾ വരുമ്പോഴാണ്. അപ്പം അങ്ങനെ ഒരു സാധനം എനിക്ക് എപ്പോഴും ജസീലിൻ്റെ അടുത്തുനിന്ന് ഫീൽ ചെയ്യാറുണ്ട്, ദാറ്റ് യു ആർ എ പേഴ്സൺ വിത്ത് എക്സ്പീരിയൻസ്, യു ആർ എ പേഴ്സൺ വിത്ത് എക്സ്പോഷർ എന്ന്. അതാണ് ജസീലെ ഒരുപാട് കമ്പാഷനേറ്റ് ആക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, പരിചയപ്പെട്ട സമയങ്ങളിൽ. കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും പർട്ടിക്കുലർലി എടുത്ത് പറയാനായിട്ട്? ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഞാൻ യെസ്, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ലൈക്ക് ഇൻ എവറി ആസ്പെക്റ്റ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ലൈഫിലും ഒരു കോളേജ് ലൈഫിൽ പിന്നെ ഒരു വർക്ക് ലൈഫിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പല എക്സ്പീരിയൻസും ആണ് ഈ കാണുന്ന എന്നെ ഷേപ്പ് ചെയ്തെടുത്തത്. അത് ഓരോ സ്റ്റേജസിൽ ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ സിവിൽ സർവീസിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഐ എക്സ്പീരിയൻസ്ഡ് ഡ്യൂറിങ് മൈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫീൽഡ് വർക്ക് ഉണ്ടാവുമായിരുന്നു ഞങ്ങൾക്ക്. മൺഡേ ട്യൂസ്ഡേ 15 hours മാൻഡേറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ ഇൻറ്ററാക്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റി, എൻ്റെ സോഷ്യൽ എൻഗേജ്മെൻറ്റ് മുംബൈയിലായിരുന്നു. മുംബൈ ടിസിലായിരുന്നു PG ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കുറേ പേരെടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുപാട് പ്രിവിലേജ്ഡ് ആണ് ഇറ്റ് സെൽഫ്. നമുക്ക് കറക്റ്റ് എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, വി ആർ ഏബിൾ ടു സീക്ക് ദ ഇമോഷണൽ സപ്പോർട്ട് ഓഫ് അവർ പാരൻസ്. അതേപോലെ ടീച്ചേഴ്സ് ഉണ്ട്, ഇപ്പോൾ തന്നെ സാർ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ ഒരു ടേക്ക് പാർട്ട് ചെയ്ത ഒത്തിരി ടീച്ചേഴ്സ് ആൻഡ് മെൻറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. സോ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഇൻറ്ററാക്ഷനാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സിവിൽ സർവീസിലോട്ട് വരണം, ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പാർട്ട് ആവണം എന്നൊക്കെയുള്ള തോട്ട് ഫസ്റ്റ് ഉണ്ടായി തുടങ്ങുന്ന അവിടെയാണ്. അപ്പം ദാറ്റ് ഈസ് ഓൾസോ എൻ എക്സ്പീരിയൻസ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾസ് പറഞ്ഞാണ്, കുറേ എക്സ്പീരിയൻസ് ആണ് എന്നെ ഈ കാണുന്നതിലേക്ക് ഷേപ്പ് ചെയ്തത്. ജസീലയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു മൊമെൻ്റ് ഏതാ? സിവിൽ സർവീസ് കിട്ടിയതല്ലാതെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ ലൈഫിലൊരു ഹേർഡിൽ, അതായത് എനിക്ക് ചില പേഴ്സണൽ റീസൺസ് ആയിട്ട് എനിക്ക് ജസ്റ്റ് അങ്ങനെ പറയാൻ വരികയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ കുഞ്ഞു സന്തോഷങ്ങൾ അല്ലെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാരണം അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും, നമുക്ക് കുറച്ചും കൂടെ എമ്പത്തറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും സാർ ചോദിച്ച ഒരു മൊമെൻറ്റ് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യം ഒരു കോളേജിൽ പഠിച്ചിട്ട് എനിക്ക് ഒരു പേഴ്സണൽ റീസൺ കൊണ്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയാണ് ദേവഗിരിയിലോട്ട് ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് മൈ ഹോൾ ഫാമിലി, നോട്ട് ഹോൾ ഫാമിലി, മോസ്റ്റ് ഓഫ് മൈ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ എനിക്ക് അഗെൻസ്റ്റ് ആയിരുന്നു. ഞാനൊരു വലിയൊരു സ്റ്റെപ്പ് ഹെഡ് എടുത്തിട്ടാണ് ഞാൻ ആ ദേവഗിരിയിലോട്ട് പഠിക്കണം എന്നുള്ള വാശി എൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടായിരുന്നു. വീട്ടുകാരുടെയും സപ്പോർട്ടില്ലായിരുന്നു. മീൻസ് ഒരു 90% വീട്ടുകാരുടെ സപ്പോർട്ട് ആ ടൈമിൽ എനിക്കില്ലായിരുന്നു. അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പം ഐ മേക്ക് ഇറ്റ് ആൻഡ് ഐ കം ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഫാമിലി, അല്ലെങ്കിൽ ഐ പ്രൂവ് ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫൈനലി എൻ്റെ കൺസോൾട്ടേഷൻ ഗ്രേഡ് കാർഡ് കിട്ടി വിത്ത് 83%. ആ ഒരു മൊമെൻ്റ് ഇസ് ലൈക്ക് ഞാൻ എൻ്റെ ഫെയ്റ്റിനെ അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന ഒബ്സ്റ്റക്കിൾസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഗ്രേഡ് കാർഡ് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റിയത്. സോ അത് ഭയങ്കര ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ആ സമയത്ത് എനിക്ക് കുറേ ഇമോഷണൽ ബാഗേജസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊരു വലിയ ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ഗ്രാജുവേഷൻ കിട്ടിയത്. അതുപോലെ ഏറ്റവും വിഷമം ഉണ്ടാക്കിയൊരു മൊമെൻറ്റ്? വിഷമം കുറേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനെ വിഷമം ഉണ്ടാക്കിയത് അത്രയും ഞാൻ കീപ്പ് ചെയ്യാറില്ല. പക്ഷേ ചില കാര്യങ്ങളിപ്പോൾ അങ്ങനെ ഓർത്ത് പറയാനാണെങ്കിൽ ലൈക്ക് ലോസ് ഓഫ് മൈ ഫാദർ 2018 അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു, ബിക്കോസ് ഹി വാസ് ബെഡ് റിഡൻ. പക്ഷേ ആ ഒരു പില്ലർ അങ്ങ് ഇല്ലാണ്ടാവുക എന്നുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് റീസെൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ലോസ് അത് തന്നെയാണ്. ബിക്കോസ് ഹി കുഡ് ഹാവ് ബീൻ ഹിയർ വൈൽ ഐ എം എൻജോയിങ് മൈ റിസൾട്ട് ഒരു ഫീൽ ഉണ്ടായിരുന്നു അത്. ഓക്കെ.
ഇപ്പം ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് കുറേ നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണ്. Yes. ഇങ്ങനെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. അപ്പം ടു സ്റ്റേ മോട്ടിവേറ്റഡ് എന്താ ജസീല ചെയ്തത്? അതായത് നമ്മൾ ഒരുപാട് നമ്മൾ സ്ട്രെസ് ചെയ്യാണ്ടിരിക്കുക. ഒറ്റ ഒരു കാര്യം അതാണ്. അതായത് പഠിക്കണം എന്നുള്ളത് വലിയൊരു മാൻഡേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. മിനിമം അവർ സെറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. മാക്സിമം എത്ര വേണമെങ്കിലും പോവാം. പക്ഷേ ഒരു കൺസിസ്റ്റൻസി അതൊരു വലിയ കാര്യമാണ്. ദെൻ ഞാൻ എൻ്റെ ഹോബീസ് ഒന്നും ഒരിക്കലും ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ദാറ്റ് ഇഫ് ഐ വോണ്ട് ടു വാച്ച് എ മൂവി ഞാൻ പോയി സിനിമ കാണും. അതേപോലെ ഫുഡ് എനിക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ പാട്ട് കേൾക്കും. ഇതുപോലത്തെ കുറച്ച് എൻ്റെ ലൈഫിൽ ഞാൻ എന്നെ എൻഗേജ്ഡ് ആക്കി വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ അതാണ് എനിക്ക് ആ ഒരു ലോങ് ജേർണിയിൽ നിൽക്കാൻ പറ്റിയതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ദെൻ ഓഫ് കോഴ്സ് കോൺഫിഡൻസ്. ഇത്തവണ കിട്ടുമെന്ന് ഉറപ്പായിരുന്നോ അതോ? വലിയ പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു. മെയിൻസ് എഴുതി കഴിഞ്ഞപ്പോൾ പ്രിലിംസ് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് മാർക്ക് അറിയാൻ പറ്റുമല്ലോ. ഓക്കെ, അത് കിട്ടുന്നുള്ളത് ഏകദേശം ഒരു ഉറപ്പുണ്ടായിരുന്നു. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രിലിംസ് കയറുമായിരുന്നു. പക്ഷേ മെയിൻസും ഇൻ്റർവ്യൂവും നമുക്ക് അൺസർട്ടൺ ആണ്, നമുക്കറിയാൻ പറ്റില്ല. ഒരു സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയായിരുന്നു, കിട്ടിയാൽ 979 വേക്കൻസിയാണുള്ളത്, അതിൽ 979ാമത്തെ റാങ്ക് കിട്ടിയാലും മതിയായിരുന്നു എന്നുള്ളൊരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. നെവർ എക്സ്പെക്റ്റഡ്. അതും ഇത്രയും നല്ല റാങ്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യും. കരയെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം വരും. പക്ഷെ ഞാനങ്ങനെ ഒരുപാട് ഇമോഷണൽ ആവാറില്ല. വിഷമം ഉണ്ടാവും, പക്ഷെ അത് അങ്ങനെ ഒത്തിരി മൈൻഡിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബിക്കോസ് ഞാനങ്ങനെ മൈൻഡിലെടുത്ത് സങ്കടപ്പെട്ട് നിന്ന ഒരു കാലം ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അവിടെ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ലേൺ ചെയ്യാനില്ലാത്തതുകൊണ്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഐ ഫീൽ ഇതിൽ കാര്യമില്ല എന്നുള്ളത്. കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലവേദന എടുക്കും, സങ്കടം വരും, കുറച്ച് ഇമോഷണലാവും. ഒബ്വിയസ്ലി കുറച്ചധികം ഇമോഷണലാവും. എസ്പെഷ്യലി ഇൻ്റർവ്യൂ സ്റ്റേജ് വരെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സങ്കടമാവും. പക്ഷെ എൻ്റെ ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും അത് മാനേജ് ചെയ്യും. അതെനിക്കറിയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സ്പെക്ട് വേസ്റ്റ്. അത് ഒരു പെസിമിസ്റ്റിക് തോട്ടാണെന്ന് കുറേ പേര് പറയും, പക്ഷേ ഞാൻ 2 പ്രോബബിലിറ്റിയും കാണാറുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ അസീം സാറ് എന്നെ ഇൻ്റർവ്യൂ റിസൾട്ട് വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഓർ ജസ്റ്റ് ബിഫോർ ദ ഡേ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കിട്ടിയാലും വരും കിട്ടിയിട്ടില്ലെങ്കിലും വരും എന്നുള്ളത് സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ 3000 സംവെയർ അറൗണ്ട് 3000 ആളുകൾ ഇൻ്റർവ്യൂ കോളിൽ വരുമ്പം അതിൽ 1000-ൽ താഴെ ആളുകൾക്ക് മാത്രമേ ഫൈനൽ ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ. സോ നിയർലി 1/3 ഇസ് ദ പോസിബിലിറ്റി. ആ 1/3 ഒരാളാവണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷെ വാശി പിടിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. എനിക്ക് നമ്മൾ 2 എക്സ്ട്രീംസ് ആളുകളാണെന്ന് തോന്നുന്നു ഇമോഷണലി. ഉറപ്പായിട്ടും. സൈലത്തിലെ ജസീലയുടെ പ്രിപ്പറേഷനെ പറ്റി 1-2 ചോദ്യങ്ങളുണ്ടേ. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സൈലം മെയിൻസ് പ്രോഗ്രാമിന് പ്രൊവൈഡ് ചെയ്ത ആൻസർ കീയെ പറ്റി പലരും ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തായിരുന്നു. കാരണം അങ്ങനെ ഒരു ഹാൻഡ് റിട്ടൺ പ്രിസൈസ് ആയിട്ട് എക്സാം ലൈക്ക് ആൻസർ കീ, എക്സാമിന് വേണ്ട രീതിയിലുള്ളൊരു ആൻസർ കീ അങ്ങനെ ആദ്യമായിട്ടായിരുന്നു ഈവൻ മൾട്ടിപ്പിൾ ടൈംസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളവരും കാണുന്നത്. അപ്പോൾ അതിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പം ജസീൽ അത് വായിച്ചിരുന്നോ? വായിക്കാറുണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു കാര്യം കൂടെ പറയാം. അതായത് എത്തിക്സിൻ്റെ പേപ്പർ ഞാൻ സാറിന് എന്നിട്ട് സാറിൻ്റെ അടുത്ത് കുറേ പരാതി പറഞ്ഞു, സാർ എന്ത് ക്വസ്റ്റ്യൻസ് ആയിട്ടേക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ ആരെങ്കിലും ഇടുമെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ആക്ച്വലി എക്സാം വന്നിട്ട് പേപ്പർ ഭയങ്കര ലെങ്തി ആയിരുന്നു. അതെ, എനിക്കത് മനസ്സിലായി. ആക്ച്വലി കേസ് സ്റ്റഡി ഒന്നും ആക്ച്വലി എക്സാം ഹാളിൽ കേസ് സ്റ്റഡി വായിച്ചിട്ട് തീരുന്നുണ്ടായിരുന്നില്ല. വലിയ കേസ് സ്റ്റഡി അതേപോലെയായിരുന്നു സാർ അവിടെ 1.5 പേജൊക്കെയാണ് കേസ് സ്റ്റഡി ഉണ്ടായിരുന്നത്. ഇത് വായിച്ച് തീർക്കാൻ തന്നെ കുറേ സമയം എടുക്കും, ആദ്യത്തെ ഭാഗം മറന്നു പോകും, ഇങ്ങനത്തെ കുറേ സാധനം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇത് എന്തിനാ സാർ ഇങ്ങനെ ചെയ്തത്, ലൈക്ക് ശരിക്കും എൻ്റെ കോൺഫിഡൻസ് പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഫീലൊക്കെ ആയിരുന്നു. സാർ എനിക്ക് ആ ഇവാലുവേഷൻ്റെ സമയത്തായിരുന്നു തോന്നുന്നുണ്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എനിക്കത് ഭയങ്കര യൂസായി ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും. ആൻഡ് ആൻസർ കീസ് ഇതേപോലെ തന്നെ എത്തിക്സിനൊക്കെയുള്ള കീ എന്നൊക്കെ പറയുമ്പം നമുക്ക് അതിനകത്ത് നിന്ന് കുറേ എക്സാമ്പിൾസ് കിട്ടും. അത് ഞാൻ എൻ്റെ റിയൽ പേപ്പറിൽ കുറേ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻസർ കീ വായിക്കുന്നതിൻ്റെ റീസൺ ഒന്ന് സ്ട്രക്ചർ മനസ്സിലാക്കുക, നമുക്ക് ഏതെങ്കിലും പാർട്ട് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുക എന്നുള്ളത്. ഒബ്വിയസ്ലി അതർ പാർട്ട് ഇസ് ദാറ്റ് നമുക്ക് ഇവിടെ വായിക്കുന്ന സാധനങ്ങൾ, കാരണം നമുക്ക് ഒരുപാടൊന്നും റിവിഷന് ടൈം കിട്ടില്ലല്ലോ. സോ കീ വായിക്കുമ്പം ആ ഒരു സ്ട്രക്ചറായിട്ട് നമുക്ക് അലൈൻഡ് ആവാനും പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്കത് ആക്ച്വൽ പേപ്പറിൽ റിഫ്ലക്റ്റ് ചെയ്യാനും പറ്റും. എനിക്കത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അതൊക്കെയാണ് എനിക്ക് മാർക്ക്
എത്തിക്സിലൊക്കെ കൂടിയെന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ജസ്റ്റില വന്നിരുന്ന കംപ്ലൈന്റ് പറഞ്ഞത്. അതെ. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക, അത് മൊത്തം ചെയ്യുക, അതെ, ബാക്കി പിന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണെന്നുള്ളത്. മനസ്സിലായി. പിന്നെ 130s അതിനടുത്ത് മാർക്ക് അത്രയും കയറുന്ന ഞാൻ കരുതിയില്ല കേട്ടോ, കംപ്ലൈന്റ് ചെയ്ത് ഓർത്തപ്പോൾ. എങ്ങനെയോ സംഭവിച്ചു. അതൊരു മെൻറ്റർഷിപ്പ് തന്നെയാണ് സാർ, ഗൈഡൻസ്. സാർ ഇങ്ങനെ ഓരോ ഞാൻ നോട്ട് സേയിങ് ഫോർ ദ സേക്ക്, ഓരോ എൻ്റെ ആൻസർ വായിച്ചിട്ട് ഓരോ ലൈനും സാറ് പറയും ഇതിവിടെ വേണ്ട കേട്ടോ, അതും സാറ് ഇഷ്ടപ്പെട്ടില്ല അതെല്ലാം പറയും ഇതിവിടെ വേണ്ട, ലൈക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, അല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഇങ്ങനെ ഒരു കാര്യം ആവാന്നുള്ളത്. ലൈക്ക് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ, നോട്ട് ദ ക്വസ്റ്റ്യൻ, ആ ഒരു ഓരോ പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്ത് സാർ അത് പറഞ്ഞു തരുന്നു. അങ്ങനെ ഞാൻ റിഫൈൻഡ് ആയതാണ് കുറേ. ഇപ്പോൾ പുതിയതായിട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടി വരുന്നൊരു കുട്ടിയോട് എത്രമാത്രം സൈലത്തെ ജസീല റെക്കമെൻഡ് ചെയ്യും? നല്ല ഫാക്കൽറ്റീസാണ്, ക്വാളിറ്റിയുള്ള മെൻറ്റർഷിപ്പാണ്. നിങ്ങൾക്ക് അതിനുള്ള ഇൻപുട്ടും അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനും 100% ഡെഡിക്കേഷനും നിങ്ങൾക്ക് കോൺഫിഡൻസും ഉണ്ടെങ്കിൽ കം ടു സൈലം. അത്രയും ഞാൻ പറയുന്നുള്ളൂ. റെസ്റ്റ് ഓഫ് ദി തിങ് എനിക്ക് കിട്ടിയതുപോലെ എസ്പെഷ്യലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിലും ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്പിൽ കിട്ടിയിട്ടുള്ള 1-on-1 സെഷൻസ് ആണെങ്കിലും ആ ഒരു സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മോൾഡ് ചെയ്തെടുക്കാൻ ദ ടീം ഈസ് റെഡി. ജസീല ഈ IAS IPS IFS അങ്ങനെയൊക്കെയുള്ള പേരുകൾ, അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ പറ്റി ആദ്യമായിട്ട് കേട്ടത്, ഇങ്ങനെയുള്ളൊരു ആഗ്രഹം തോന്നിയത് എപ്പോഴായിരുന്നു? ആഗ്രഹം തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ വളരെ ലേറ്റ് ആയിട്ടായിരുന്നു. പക്ഷേ ഞാൻ കേൾക്കുന്നത് സ്കൂൾ ടൈമിൽ തന്നെ ഇങ്ങനെ, അതായത് ഞാൻ ക്വിസ് കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കുമായിരുന്നു സ്കൂളിലൊക്കെ. എൻ്റെ 10th പഠിപ്പിച്ച ഒരു ഇംഗ്ലീഷിൻ്റെ ടീച്ചർ ഉണ്ടായിരുന്നു. നമുക്ക് അതാണ് ചില ആൾക്കാർ പറയുന്നത്, നമ്മൾ കൂടുതലും നമ്മുടെ ഒരു സെക്കൻഡ് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവിടെയായിരിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയുടെ മാക്സിമം ടൈമും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നിന്ന് നല്ല ടീച്ചേഴ്സിന് പെട്ടെന്ന് സ്റ്റുഡൻസിനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ആ 10th എന്നെ 8th 10th പഠിപ്പിച്ച സാറുണ്ടായിരുന്നു. ആ സാറാണ് ഫസ്റ്റ് എൻ്റെ പാരൻസിനടുത്ത് പറയുന്നത് മോളെ സിവിൽ സർവീസിന് വിടണമെന്ന്. അപ്പോൾ എൻ്റെ തോട്ടിൽ പോലും ഇല്ലായിരുന്നു അങ്ങനെ ഒരു കാര്യം. എനിക്ക് വേറെ എന്തൊക്കെയായിരുന്നു, എനിക്ക് ജേർണലിസ്റ്റ് ആവണം, അഡ്വക്കേറ്റ് ആവണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളായിരുന്നു, മാറി മാറി വന്നു. പക്ഷെ ഞാൻ സ്കൂൾ ടൈമിലാണ് ഒബ്വിയസ്ലി അങ്ങനെയൊക്കെ മാറിപ്പോയതാണ് പ്രൊഫഷൻ. അപ്പം ഇതാണ് സ്കൂൾ ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പക്ഷെ അന്നൊന്നും എനിക്ക് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. സാറ് ഭയങ്കര എക്സൈറ്റഡ് ആയി. സാറിനെ ഞാൻ ഏതോ ഒരു പോഡ്കാസ്റ്റിൽ ഇങ്ങനെ സാറിനെ പറ്റി പറഞ്ഞപ്പം അതെടുത്ത് എനിക്ക് ആരൊക്കെയോ അയച്ചു തന്നു. ദാറ്റ് ഇപ്പം സാർ ആക്ച്വലി ഒരു ഒറേറ്ററും കൂടിയിട്ടാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, സാർ റിട്ടയറായി ഒറേറ്ററാണ്. അപ്പം സാറ് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, സാറിൻ്റെ ഫാമിലിയിലുള്ള വൺ ഓഫ് ദ പേഴ്സണാണ് നമ്മുടെ ലൊക്കാലിറ്റി വടകര റീജിയനിലുള്ള ആദ്യത്തെ സിവിൽ സർവൻറ്റ്. അപ്പം സാറിങ്ങനെ പറഞ്ഞു, അതൊക്കെ അവരുടെയൊക്കെ ഒരു ലൈഫ് കണ്ടതുകൊണ്ടൊക്കെ ആയിരിക്കും മേ ബി അങ്ങനെ എന്തോ ഒരു ക്വാളിറ്റി എന്നിൽ കണ്ടതുകൊണ്ടായിരിക്കും സാറിന് അങ്ങനെ തോന്നിയതെന്ന് സാർ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു. ദാറ്റ് അതൊരു ഐഡന്റിഫൈ ചില ആളുകളുടെ കഴിവാണ്. യെസ്, ഒബ്വിയസ്ലി. അതുപോലെ വേറെയും അധ്യാപകർ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി പേരുണ്ട്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രഡിക്റ്റ്, അതായത് എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പഠിക്കാനുള്ളൊരു ബേസിക്കലി എനിക്ക് പഠിക്കാൻ ഇത്ര താല്പര്യമൊന്നുമില്ല. ഇൻ ദ സെൻസ് ഇരുന്ന് പഠിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പാടാണ്. ഞാൻ ഈ UPSC വന്നതിന് ശേഷം ആദ്യമൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്തോ ലൈക്ക് കുറേ പൊട്ടൻഷ്യൽ ഉണ്ടെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഡിഗ്രിക്ക് എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ച ഒരു ടീച്ചർ, എനിക്ക് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് എവിടെ നിന്നോ കിട്ടിയപ്പോൾ ഞാൻ മാമിൻ്റെ അടുത്ത്, ഞാൻ ബ്രിട്ടീഷ് ഹിസ്റ്ററി നമുക്ക് ലിറ്ററേച്ചറിൻ്റെ പാർട്ടായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. മാം ഇതേപോലെ ഞാനിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മാമിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് January 1st തന്നെ ഇൻ്റർവ്യൂ ആയിരുന്നല്ലോ, അപ്പോൾ എനിക്ക് പിന്നെ നോട്ടൊന്നും പഠിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ദാറ്റ് മാം ഓഡിയോ നോട്ട് ചെയ്തിട്ട്, അതായത് ബ്രിട്ടീഷ് ആ ഒരു പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ബ്രിട്ടീഷ് ഹിസ്റ്ററിയുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് മുതൽ കണ്ടംപററീസ് ഒഴികെ ബാക്കി, കണ്ടംപററീസ് നമ്മൾ വായിക്കുന്നതാണല്ലോ, അതൊഴികെയുള്ള ബാക്കി എല്ലാ കാര്യവും എനിക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. എൻ്റയർ ഒരു 4 സെമിസ്റ്ററിൻ്റെ അതൊക്കെ നമ്മുടെ ജേർണിയിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ആണ്. ടീച്ചേഴ്സ് എന്ന് പറയുന്നതൊരു വലിയ സിഗ്നിഫിക്കൻറ്റ് പില്ലറാണ് എൻ്റെ ലൈഫിൽ. ഇപ്പോൾ IAS ആയിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താ? ഏത് രീതിയിലായിരിക്കും ജസീല വിൽ ഗിവ് ബാക്ക് ടു സൊസൈറ്റി?
ടു വർക്ക് ഫോർ ദ വൾണറബിൾ പീപ്പിൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ഞാൻ PG ചെയ്തത് സോഷ്യൽ വർക്കിലാണ്, വിമൻ സെൻറ്റേഡ് സോഷ്യൽ വർക്കായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ ജെൻഡർ എംപവർമെൻറ്റ്, അതേപോലെ എഡ്യൂക്കേഷൻ, ഫീമെയിൽ എഡ്യൂക്കേഷൻ, ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ. ഞാൻ പഠിച്ചതും അതാണ്. അതുകൊണ്ടായിരിക്കും മേ ബി കുറച്ചും കൂടെ ജെൻഡർ എംപവർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ടിൽ ലെവറേജ് ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം. ഓക്കെ, ഒരു ചോദ്യം കൂടെ അഗൈൻ പ്രിപ്പറേഷനെ പറ്റി തന്നെയാണ്. ഇപ്പം തിരുവനന്തപുരത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഓഫ് ഓൾ ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ജസീല ഈ പ്രിപ്പറേഷൻ ഈ ഫേസിന് ചൂസ് ചെയ്തത് സൈലമാണ്. പിന്നെ ചൂസ് ചെയ്തത് മാത്രമല്ല, ആദ്യത്തെ ദിവസം പ്രോഗ്രാമിന് വന്ന അവസാനത്തെ പേപ്പറിൻ്റെ അവസാനത്തെ ചോദ്യം ആൻസർ ചെയ്ത് ഫീഡ്ബാക്ക് ഫുൾ പ്രോസസ്സ് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അത്രയും സ്റ്റിക്ക് ഓൺ ചെയ്തത്? എനിക്ക് ആക്ച്വലി ഒരു കസ്റ്റമൈസ്ഡ് മെൻറ്റർഷിപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. വിത്ത് ഹാവിങ് മൈ ലൈക്ക് ഒരു ചാലഞ്ചസ് വെച്ചിട്ട് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്യും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ നമുക്ക് കിട്ടുന്നത് ഒരു പൂൾ ഓഫ് ടൈമാണ്. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയ സൈലത്തിൽ എനിക്ക് കിട്ടിയ സ്പെഷ്യൽ അറ്റൻഷനാണ്. സാറി പറഞ്ഞതുപോലെ എനിക്കറിയില്ല 1.5 മണിക്കൂറൊക്കെ അങ്ങനെ മെൻറ്റർഷിപ്പ് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. എൻ്റെ ഒരു മോഡ് ഓഫ് ആൻസർ റൈറ്റിങ്ങിന് അത് ആവശ്യമായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. ഞാൻ ഡെയിലി വന്ന് ആൻസർ എഴുതുമായിരുന്നു. ഡെയിലി വന്ന് എഴുതിയിട്ട് സാറ് ആഴ്ചയിൽ ഒരു ദിവസമല്ല, സാറ് എനിക്ക് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ മെൻറ്റർഷിപ്പ് തരുമായിരുന്നു. ഓഗസ്റ്റിൽ മെയിൻസ്, ഞാൻ സെപ്റ്റംബറിൽ മെയിൻസ് എഴുതിയിട്ടുണ്ട്, ഇതെൻ്റെ സെക്കൻഡ് മെയിൻസാണ്. അപ്പോൾ നമുക്ക് ടൈമും കുറവാണ്. ഈ ടൈമിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് മോൾഡായി എടുക്കണം. അതിൻ്റെയൊക്കെ ഒരു ഏജൻസി ഉണ്ടായിരുന്നു. എൻ്റെ ആ ഒരു നീഡ് എനിക്ക് സൈലത്തുനിന്ന് കിട്ടി എന്നുള്ളതാണ്. കുറച്ചും കൂടെ ഒരു ഇൻഡിവിജ്വലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വേറെ ആളുകൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു. സാറിന് അത് പെട്ടെന്ന് പിക്ക് ചെയ്യാനും പറ്റി. ലൈക്ക് എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് സാറിനത് പിക്ക് ചെയ്യാനും പറ്റി. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ഞാൻ വേറൊന്നും ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഞാൻ നോക്കിയില്ല. എനിക്കും അത് ഭയങ്കര കംഫർട്ടബിളായി. ഒരുപാട് കുട്ടികളുണ്ട്, അവർക്ക് പ്രിപ്പറേഷനിലേക്ക് വരാൻ പേടിയാണ്. ഈ പറയുന്ന പോലെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ഇപ്പോൾ ജസീലയുടെ കാര്യം സംഭവിച്ചതുപോലെ കൃത്യമായിട്ട് അവരുടെ സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്യാനൊരു ടീച്ചർ ഇല്ലാത്തതാവാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതാവാം, വേണ്ടൊരു അറ്റ്മോസ്ഫിയർ ഇല്ലാത്തതായിരിക്കാം, ഇല്ലെങ്കിൽ ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ടൊരു എക്സാമാണ്, നമ്മൾ പഠിച്ചാലും കിട്ടിയില്ലെങ്കിലോ എന്നൊരു തോന്നൽ കൊണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വളരെ മടിയുണ്ട്. ഇല്ലെങ്കിൽ തന്നെ വരുന്ന കുട്ടികളാണെങ്കിൽ ഭയങ്കര ഒരു ഇൻഹിബിഷനാണ്. ഇപ്പോൾ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ സൈഡിൽ കൂടെ ബാങ്കും PSC എല്ലാം നോക്കും, അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തുകയും ചെയ്യും. പക്ഷെ അത് കഴിയണം, അത് മനസ്സിലാവണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് ജസീലയ്ക്ക് പറയാനുള്ളത് എന്താ? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്കില്ല് നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ അതിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റണം. ഇതിന് വേറൊരു ആസ്പെക്റ്റും കൂടിയുണ്ട് സാർ. അതായത് ഒരു സൊസൈറ്റിയിൽ സ്റ്റീരിയോടൈപ്പിംഗ് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ചില കൺസ്ട്രക്ഷൻസ് ചില ആളുകൾക്ക് നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുമോ അങ്ങനെ, അതായത് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആവാണ്ടിരിക്കുമ്പം നമുക്ക് സെൽഫ് ഡൗട്ട് അടിച്ച് തുടങ്ങുമ്പോഴായിരിക്കും വേറെ പല പ്രഷറും വരുന്നത്. ഫാമിലി പ്രഷർ, സോഷ്യൽ പ്രഷർ, പിയർ പ്രഷർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പം ഇതാണ് സാർ ഈ പറഞ്ഞ ഡൈവേർഷനുള്ള ഒരു മെയിൻ റീസൺ. ഒരു എംപ്ലോയബിലിറ്റി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് കൂടുതലായിട്ടും ഇങ്ങനെ ഡൈവേർട്ടായി പോകുന്ന അല്ലെങ്കിൽ ആ ഒരു കരിയർ ലോസ്, അതായത് എന്തായാലും നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പം നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് വേണം. പിന്നെ ഒരു നെവർ ഗിവ് അപ്പ് മൈൻഡും വേണം. അതായത് എന്തുണ്ടായാലും, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 24 എനിക്ക് 23 മെയിൻസ് ഉണ്ടായിരുന്നു. മെയിൻസ് കിട്ടിയില്ല, പ്രിലിംസ് ക്വാളിഫൈഡ് ആയി. 24 എനിക്ക് പ്രിലിംസും കിട്ടിയില്ല. അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് വീട്ടുകാർ കല്യാണം കഴിക്കാൻ ഒരു സൈഡിൽ നിന്നുള്ള പ്രഷർ, പിന്നെ ചില ആളുകൾക്ക് നമ്മൾക്ക് ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ചില ഫാമിലി മെമ്പേഴ്സ്, നമ്മൾ നന്നായി ജോലി കിട്ടാണ്ടാകുമ്പോൾ ഭയങ്കര വിഷമമുള്ള ആളുകൾ, അതായത് കരിയർ വർഷവും ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാകും. ഇതൊക്കെ അങ്ങനെ വരുന്ന നെഗറ്റീവ് തോട്ട്സൊക്കെ ഈ ചെവി കൂടെ എടുത്ത് ഈ ചെവി കൂടെ കളയാൻ പറ്റുക. നമുക്ക് എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. നമ്മുടെ ഹോബി, അതേപോലെ നമ്മുടെ ഇൻട്രസ്റ്റുകൾ ഫോക്കസ് ചെയ്ത് പോവുക. അതിനോടൊപ്പം പഠിത്തം കൂടെ കൊണ്ടുപോവുക. ഈ നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ വരുന്ന അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനോടും ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നോ കീപ്പ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. തർക്കിക്കാൻ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ എനർജി വേസ്റ്റ് ആകും. കാരണം ചില ആളുകളുടെ അടുത്ത് നമ്മൾ തർക്കിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ ഒരു കൺസിസ്റ്റൻസി പ്ലസ് കോൺഫിഡൻസ്, പിന്നെ ആ ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റിൽ നിൽക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ലത് നമ്മൾ ഒരുപാട് ബ്രെയിനെ സ്ട്രെസ് ചെയ്യാണ്ട് വളരെ സമാധാനത്തോടെ പഠിച്ച് പോവുക, വിത്തൗട്ട് ഗിവിങ് അപ്പ് അവർ ഇൻട്രസ്റ്റ് ആൻഡ് ഹോബീസ് എന്നുള്ളതാണ്. ഓക്കെ,
ഇപ്പം ജസീല പറഞ്ഞു കിട്ടാതിരുന്ന ഫേസ് ഉണ്ട്, അതിനുശേഷം കിട്ടിയ ഫേസ് ഉണ്ട്. അപ്പം പലരും പല രീതിയിലായിരിക്കും ഇതിനോട് പ്രതികരിക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അല്ലേ, നമ്മൾ പല രീതിയിലായിരിക്കും ഓരോ ഫേസിലും കാണുന്നത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്താ? ഇപ്പോൾ കിട്ടാതിരുന്നപ്പോൾ മെയിൻസ് ക്ലിയർ ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂ പോയി, ഇപ്പോൾ ഒരു സർവീസിൽ കിട്ടി, ഒരു ഉദ്യോഗസ്ഥയായി, ആളുകളുടെ വീട്ടുകാരുടെ അങ്ങനെ അവരുടെയൊക്കെ ഒരു പെർസെപ്ഷനിൽ വന്നൊരു മാറ്റം, അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അത് ഞാൻ ആദ്യം തന്നെ സിവിൽ സർവീസ് എന്ന് പറഞ്ഞപ്പം വിട്ടു വീട്ടിൽ നിന്ന്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു കൈൻഡ് ഓഫ് ഒരു ഭയങ്കര പവർഫുള്ളാണ്, കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണെന്നുള്ള ഫീലൊക്കെ അവർക്കുണ്ട്. ആദ്യത്തെ അറ്റംപ്റ്റ് അത് സീരിയസ് ആയിട്ട് കൊടുത്ത ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റി. ഭയങ്കര ഹാപ്പി, എല്ലാവരും സന്തോഷം. ഇപ്പം തന്നെ കയറിപ്പോകുന്നൊക്കെയുള്ള വിചാരമാണ്. ഞാൻ അപ്പോഴേ പറയുന്നുണ്ട്, ഇത് ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ഇതിപ്പോൾ ഒരു 15,000 ആയിട്ടേ ഉള്ളൂ, ഈ 15,000 നിന്ന് 1000 നമ്മൾ താഴണം എന്നുള്ളതൊക്കെ. പക്ഷേ അവർക്കത് മനസ്സിലാവില്ല സാർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫേസിൽ കടക്കാത്ത ആളുകൾക്ക് മനസ്സിലാവില്ല ആർക്കും. ഈവൻ അതിപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും എത്ര സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിലും ആൾക്കാർക്ക് ഈ ഒരു ഫേസിൽ വരാത്തവർക്ക് അത് മനസ്സിലാവില്ല. അപ്പം മെയിൻസ് പോയപ്പോൾ പിന്നെ ഭയങ്കര ഇതായിരുന്നു, ആ അപ്രോച്ച് മാറി, മൊത്തത്തിൽ അപ്രോച്ച് മാറി. പിന്നെ ഇനി അടുത്ത ആ ഒരു സാധനം വീട്ടിൽ നിന്ന് കേട്ടില്ല, പക്ഷെ വേറെ പല സ്ഥലത്തുനിന്നും കേട്ടു. പക്ഷെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അതായത് മെയിൻലി കല്യാണമായിരുന്നു സാർ. ബിക്കോസ് ഐ എം 30. ഞാനൊരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഡിഗ്രി കാലം തൊട്ടേ എന്നോട് കല്യാണം കഴിക്കാൻ പറയുന്നതാണ്. PG കഴിയട്ടെ, വർക്ക് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പുഷ് ചെയ്ത് വെക്കുക. അപ്പം ഇനിയും 1 വർഷം വെയിറ്റ് ചെയ്യണ്ടേ എന്നുള്ളൊരു ഫീൽ വന്നപ്പോഴത്തേക്കിനും അവർക്കും പ്രഷറാവാൻ തുടങ്ങി. അപ്പം ചെറിയ രീതിയിൽ പ്രപ്പോസൽ, പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു ലെഗ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ലൊരു നെഗറ്റീവ് ഇതായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും എൻ്റെ വീട്ടിൽ നിൽക്കാറില്ല, അതുകൊണ്ട് അധികം നെഗറ്റിവിറ്റി അങ്ങനെ എഫക്റ്റ് ചെയ്യാറില്ല. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെയാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. 24 എനിക്ക് 23 മെയിൻസും പോയി, അതിനോടൊപ്പം എനിക്ക് 24 പ്രിലിംസും പോയി. അപ്പോഴത്തേക്ക് പിന്നെ ഉള്ളിലും, അതായത് വേറെന്തെങ്കിലും പ്രൊഫഷൻ നോക്കാൻ വരെ ഡയറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സങ്കടപ്പെടില്ല, വിഷമം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കിട്ടുന്ന എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഞാൻ ടെസ്റ്റ് സീരീസിന് വരെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 2 ആഴ്ച ബ്രേക്ക് എടുത്തപ്പോഴത്തേക്കും ഞാൻ ഒരു ആൻസർ റൈറ്റിംഗ്, ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിങ്ങിന് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് GS സെറ്റ് ചെയ്തു. ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓപ്ഷണൽ സെറ്റ് ചെയ്തു. പിന്നെ പാരലലി ഞാൻ നവംബറിൽ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്തു. അങ്ങനെ അങ്ങ് പോയി. പക്ഷേ ആ ഒരു ഫേസിലൊക്കെ ഉണ്ടായത് ഭയങ്കര ഒരു നെഗറ്റീവ് സാധനങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചില സ്റ്റെപ്സൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് കുറേയൊക്കെ നമുക്കങ്ങനെ പറയാൻ പോലും പറ്റില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞതൊന്നും ആർക്കും ഓർമ്മയില്ല. ലൈക്ക് എവ്രി വൺ വാസ് ലൈക്ക് ഞാനാണ് അവളെ പഠിപ്പിക്കാൻ വിട്ടത്, ഞാൻ പറഞ്ഞിട്ടാണ്. കുറേ സന്തോഷം ഉണ്ടാവും. കാരണം ഇതൊരു 2 ആസ്പെക്റ്റ് ഉണ്ട് സാർ. അതായത് അവർ പല രീതിയിലാണ് പലരും റിയാക്ട് ചെയ്യുന്നത്. ആ റിയാക്ഷൻ വേറെ അവർക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ സ്ട്രെസ്സായിട്ട് പുറത്ത് വരുന്നതാണ്. എന്നാലും ഇപ്പം അങ്ങനെ നെഗറ്റീവ് പറയാൻ ആരുമില്ല, എല്ലാവരും ഹാപ്പിയാണ്. കുഞ്ഞുനാളിൽ എടുത്തോണ്ട് നടന്നതാ അല്ലേ, മിഠായി വാങ്ങിച്ചു തന്നതാ? അതെ, എടുത്തോണ്ട് നടന്നത്, മിഠായി വാങ്ങിച്ചു തന്നത്, ഇന്ന സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ പറഞ്ഞത് ഇവരാണ്. സിവിൽ സർവീസിൽ, അതായത് എൻ്റെ പ്രിപ്പറേഷൻ ജേണി ഞാൻ ആരുടെടുത്തും പറഞ്ഞിട്ടില്ല. എന്നെ അറിയാവുന്ന ഒരാൾ, അത് ക്ലൂ തന്നു കഴിഞ്ഞാൽ ആരാന്ന് കിട്ടും, അതുകൊണ്ട് അറിയാവുന്ന ഒരാളിങ്ങനെ പറഞ്ഞതാണ്, ചുമ്മാ പറയാം. അതായത് ആൾക്കറിയില്ല ഞാൻ പ്രിപ്പറേഷന് പോകുന്നത്, എന്നിട്ടും ആൾ പറയുന്നത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ കേട്ട് വന്നിട്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് ആൾ UPSC പഠിക്കാൻ പോയത് എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ നല്ല രസമാണ് സാർ. ലൈക്ക് ഇപ്പം നമുക്ക് സ്ട്രെസ് ഇല്ലല്ലോ, ലൈക്ക് വി ഗോട്ട് സെറ്റിൽഡ്. അതെ, സന്തോഷമാണ് ആക്ച്വലി. അവർ സന്തോഷിക്കട്ടെ, നമുക്ക് സന്തോഷമല്ലേ. ശരിയാണ്, ഒരു കോയിന് 2 സൈഡാണല്ലോ അല്ലേ, പറയുന്നതും ജയിക്കുമ്പോൾ അല്ലേ. അതെ, പിന്നെ നമ്മൾ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പം ഭയങ്കര കൾച്ചറൽ ഡിസിമിലാരിറ്റീസ് ഉള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ പുറത്ത് പോയി പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്, സ്റ്റേറ്റിൻ്റെ പുറത്ത്. അപ്പം ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു കൺസർവേറ്റീവ് സെറ്റിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു അപ്രോച്ചേ കിട്ടുള്ളൂ, ആ ഒരു കാര്യങ്ങളൊക്കെ അവരെ നാവിന്ന് പുറത്ത് വരുള്ളൂ. അതേപോലെ ഒരു റൂറൽ എൻവയോൺമെൻറ്റിൽ ജീവിച്ച ഒരാൾക്ക് അത്രേ ചിന്തിക്കാൻ പറ്റുള്ളൂ, അത്രേ ലെവലിലേ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഡൈവേഴ്സിറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ പ്രശ്നം തീർന്നു, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാ? മാറ്റിവെച്ച മാരേജ് അങ്ങനെയൊക്കെ എൻ്റെ പ്രയോറിറ്റിയിൽ ഇല്ലാത്ത, എനിക്ക് ആകെ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നു, സർവീസ് കിട്ടണം. അത് കിട്ടി. ദെൻ
ശേഷം സ്ക്രീനില്ലേ ശൂന്യം. അതെ, അങ്ങനെ ഒന്നും പ്ലാനില്ല. ഒന്നും ഞാനങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല. ഉള്ള അടിപൊളിയായിട്ട് ജീവിക്കണം. പ്രൊഫഷണൽ ഡ്യൂട്ടി പോലെ തന്നെ പേഴ്സണൽ ഡ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കുറച്ച് ചാരിറ്റീസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഫുഡ് കഴിക്കണം, സന്തോഷമായിട്ടിരിക്കണം, പറ്റുന്നിടത്തോളം ട്രാവൽ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വേറെ ബാക്കിയൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കുറെ നേരമായിട്ട് ഞാൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, ജസീലക്ക് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഞാൻ ആക്ച്വലി ഇത് കുറച്ച് ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ ആ ടെസ്റ്റ് സീരീസിൻ്റെ സമയത്താണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതങ്ങ് സിങ്കായി. സാറിന് അതെങ്ങനെയായിരുന്നു? അതൊരു മാനേജ് ചെയ്യാൻ പറ്റുമോ? സാർ എന്തെങ്കിലും സ്ട്രാറ്റജി ലൈക്ക് ഈ റീസൺ ഐ എം ആസ്കിങ് ദാറ്റ് പെട്ടെന്ന് സിങ്കായി. അതുകൊണ്ട് സാർ എങ്ങനെയായിരുന്നു ആ ഒരു അപ്രോച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്? അതിന് എനിക്കൊരു പ്രൊഫഷണൽ ഉത്തരം പറയാനില്ല ശരിക്കും. അങ്ങനെ പ്രൊഫഷണലി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇല്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് പറയാനില്ല. ഇപ്പം ജസീല നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത പോലെ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരാളാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയൊരു ക്വാളിറ്റിയാണ്. ഞാൻ ഭയങ്കര ഡീപ്ലി എമ്പത്തറ്റിക്കാണ്. അപ്പോൾ ആളുകൾക്ക് എന്താ വേണ്ടത് എനിക്കറിയാം. അപ്പം ജെന്യൂനായിട്ടൊരു സ്റ്റുഡൻറ്റ് വരുമ്പോഴേക്കും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കയറണം എന്നൊരു ആഗ്രഹം നമുക്ക് വരുമ്പോഴേക്കും എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കാറ്റർ ചെയ്യും. പക്ഷേ ഇപ്പം വരുന്ന ഒരു 100 കുട്ടികളിൽ അതിലൊരു ഭൂരിഭാഗം കുട്ടികൾക്കും പലപ്പോഴും എന്താ വേണ്ടതെന്ന് അറിയത്തില്ല. ഡിഗ്രി കഴിഞ്ഞൊരു ട്രാൻസിഷൻ സ്റ്റേ എന്ന് പറഞ്ഞ് വരുന്നവരാണ് അവർ. അപ്പോൾ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അങ്ങനെ ഇതിനോട് താല്പര്യം കാണത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പം കഷ്ടപ്പെട്ട് പ്രിലിംസ് കയറി പിന്നെ മെയിൻസ് എഴുതാൻ വേണ്ടി വരുന്നു. ഇത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ഞാൻ നിൽക്കും. അതാണ് എൻ്റെ സ്ട്രാറ്റജി. എന്താണ് വേണ്ടത് അത് ഞാൻ കൊടുക്കും. അങ്ങനെ എന്താണ് വേണ്ടത് എന്നറിയാവുന്ന കുട്ടികൾ തന്നെ കുറവാണ് കേട്ടോ. ഭൂരിഭാഗം പേരും നിലാവത്തഴിച്ചുവിട്ട കോഴികളെ പോലാണ് വരുന്നത്. എന്നാലും സാറിനൊരു ഫീൽ ഉണ്ടായില്ലേ, എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു? അത് ആദ്യത്തെ ഒരു ടെസ്റ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായി. ഈ പറഞ്ഞാൽ എവിടേക്കാണ് ദാറ്റ് യു ആർ ലാക്കിംഗ് എന്നുള്ളതേ. ഇപ്പോൾ ഐഡിയാസ് ഉണ്ട്, പക്ഷേ ആ പ്രസൻറ്റേഷൻ സൈഡിൽ പ്രശ്നമുണ്ട്, ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നതിൽ പ്രശ്നമാണ്. അപ്പം അതിനുശേഷം അതിനനുസരിച്ചാണ് ഞാൻ നമ്മുടെ ഒരു സെഷൻസ് ഡിസൈൻ ചെയ്തത്. പിന്നെ സാറിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു തോന്നുന്നുണ്ട് കയറുന്നുള്ളത്. പക്ഷെ എനിക്ക് ആ ഒരു സാധനമില്ല. പക്ഷെ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ എഴുതിയാൽ കയറും നമുക്കറിയാം. ഏത് ആൻസറിനായിരിക്കും റിസൾട്ട് വരുന്നതെന്ന് അറിയാം. അപ്പം വരുന്ന കുട്ടികളോടൊക്കെ ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം UPSC ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം, എന്ത് ആൻസർ എക്സാം ഹോളിൽ നിങ്ങൾ കയറുന്നുള്ളത് ഞാൻ അത് എല്ലാവരോടും പറയാറുണ്ട്. പക്ഷേ ദ തിങ് ഈസ് ആ ഒരു ബെഞ്ച് മാർക്കിൽ എത്തുന്ന കുട്ടികൾ കുറവായിരിക്കും. കുറേ പേര് ഇൻറ്റിമിഡേറ്റഡ് ആയി പോകും. കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ റിലാക്സ്ഡ് ആയിട്ട് പഠിപ്പിക്കുന്നവരുടെ അടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിൻസ് അല്ലേ കൊള്ളാം ആൻസർ എന്ന് പറയുന്നവരുടെ അടുത്തേക്ക് അവർ പോവും. അപ്പം ഇതാണ് ബെഞ്ച് മാർക്ക് എന്ന് മനസ്സിലാക്കി സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. അതുപോലെ ജസീല ആ എക്സാമിൻ്റെ അവസാനമായപ്പോഴേക്കും എനിക്കൊന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ ആൻസേഴ്സ് ഞാൻ ഇനിഷ്യലി പറഞ്ഞ എന്താണോ അതിൽ ഉത്തരങ്ങളൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ഉറപ്പായിരുന്നു കയറും എന്നുള്ളത്. പിന്നെ ഏത് റാങ്ക് വരും എന്നുള്ളത് നമുക്കൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അത് കാര്യമാണ്. എനിക്ക് പിന്നെ ഫീൽ ചെയ്ത് ഞാൻ ലാസ്റ്റൊക്കെ സാറൊന്നും പറയാത്ത കണ്ടപ്പോൾ ഫീൽ എൻ്റെ കോൺഫിഡൻസ് കളയണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. അല്ല പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കത് മനസ്സിലായി. ആദ്യം ഞാൻ വിചാരിച്ചു സാറ് വെറുതെ അങ്ങനെ നോക്കി വിടുന്നതായിരിക്കും. ഒന്നും പറയുന്നില്ല, ലിറ്ററിൽ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് എഴുതിയാൽ മതി. കാരണം എന്താണോ പറയണത് വന്നിട്ടുണ്ട്. ജസീലയ്ക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരു നല്ല ആൻസർ എങ്ങനെ വേണമെന്നുള്ള. ജസീലയ്ക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു അവസാനമായപ്പോൾ, ലാസ്റ്റ് ആയപ്പോൾ കുറേയൊക്കെ കിട്ടി. പിന്നെ കണ്ടന്റ് അപ്പുറത്തേക്ക് ശരിക്കും നമ്മളൊരു കുട്ടിയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വാട്ട് ദിസ് എക്സാം ഈസ്, ആൻസർ എങ്ങനെ വേണം എന്നുള്ളതാണ്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇന്ന പോയിന്റുകൾ തന്നെ വേണം അതിലല്ല. ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട്. അപ്പം റിക്വയർമെൻറ്റ് ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫേസിൽ ജസീൽ എത്തിയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുളവാക്കേണ്ട കാര്യമില്ലല്ലോ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടത് കരുതി. ഓക്കെ സർ, വേറൊരു കാര്യം, ഇപ്പം എനിക്ക് റിസൾട്ട് വന്നപ്പോൾ സാർ ലൈക്ക് എൻ്റെ ആയാലും ഭയങ്കര ഹാപ്പിയാണെന്ന് അറിയാം. അത് ഐ ക്യാൻ ഫീൽ ഇറ്റ്. പക്ഷേ സാറ് എന്നെ മാത്രമല്ലല്ലോ മെൻറ്റർ ചെയ്തിട്ടുണ്ടാവുക. ലൈക്ക് സാറ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ വേറെ ആർക്കെങ്കിലും അങ്ങനെ കുറച്ച് പേർക്കും കൂടെ കിട്ടും എന്നുള്ളത്. അപ്പോൾ കിട്ടാത്ത ഒരു റിസൾട്ടും ഒബ്വിയസ്ലി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ രണ്ട് ഇമോഷണൽ ഒരു ലൈൻ എങ്ങനെയാണ് സാറ് മാനേജ് ചെയ്തത്? ഇപ്പം പ്രതീക്ഷിച്ച ഒരുപാട് കുട്ടികൾക്ക് കിട്ടി, പ്രതീക്ഷ പലരും കയറി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച റിസൾട്ട്, ഏറ്റവും സന്തോഷം തന്ന റിസൾട്ട് ജസീലയുടെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായ റിസൾട്ടും ഉണ്ട്. ഇപ്പം ഞാൻ ജസീലിക്ക കൂടുതൽ കയറുമെന്ന് പ്രതീക്ഷിച്ച എൻ്റെ വളരെ അടുപ്പമുള്ള ഒരു സ്റ്റുഡൻറ്റ് കയറിയില്ല. അപ്പം അതെന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട്
9 പേപ്പറുള്ള ഒരു എക്സാം ആയത്. ഇപ്പോൾ ജസീലയുടെ തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ സോഷ്യോളജി ഉണ്ട്, അത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇത്രയും പേപ്പേഴ്സ് ഉണ്ടാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അങ്ങനത്തെ എന്താ പറയുക, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഫെയിലിയേഴ്സ് വരാം. അപ്പം അതിന് നമ്മൾ ചെയ്യാന്നുള്ളത് എവിടെയാണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കി ഫർദർ സപ്പോർട്ടുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇത്രയും വർഷം ഒരു ടീച്ചിങ്ങിലെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത് നിർഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടാതിരിക്കുന്ന വർഷങ്ങളുണ്ടാവാം. നിർഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടാതിരിക്കുന്ന വർഷങ്ങളുണ്ടാവാം. പക്ഷേ ഇഫ് യു ആർ കൺസിസ്റ്റൻറ്റ്, ഇഫ് യു ആർ പെർസിസ്റ്റൻറ്റ് ഇൻ യുവർ എഫേർട്ട്, ഇന്നലെ നാളെ കയറും. അപ്പം അത് തന്നെയാണ് ഞാൻ അവനോടും പറഞ്ഞത്. ഇപ്പം നമുക്ക് ഭയങ്കര സങ്കടം വരും ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂവിന് പോയി കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് പോയി പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലൈറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ച് ഓൾ ഇന്ത്യ റാങ്കുകൾ ഒരുപാട് കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം ജീവിതത്തിലെ ആദ്യത്തെ വലിയ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസാണ്. സ്വാഭാവികമായിട്ടും ഹി വോണ്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. പക്ഷേ സിവിൽ സർവീസ് ഈ UPSCക്ക് ഒരു എന്താ പറയുക, ഇറ്റ്സ് എ ഹംബ്ലിങ് എക്സാം. നമ്മളെ ഹംബിൾ ചെയ്യിപ്പിക്കും. നിർഭാഗ്യം കൊണ്ട് ഈ വർഷം കിട്ടിയില്ല, പക്ഷെ അടുത്ത വർഷം കിട്ടും. അതങ്ങനെയാണ്. കൃത്യമായിട്ട് ഇന്ന കാരണം കൊണ്ടൊന്നും എനിക്ക് പറയാനില്ല. പക്ഷേ നമ്മളെന്താ പറയുക, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നല്ലേ നമ്മൾ നമ്മുടെ അസംഷൻസ് എടുക്കുന്നത്. അപ്പം ഇഫ് യു ആർ പെർസിസ്റ്റൻറ്റ്, ഇഫ് ദ ഗൈഡൻസ് ഈസ് കറക്റ്റ്, ഹാർഡ് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇന്നലെ നാളെ എന്തായാലും കയറും. ശരിക്കും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സമയത്തിലെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്കാഡമിക് കോൺവെർസേഷൻസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും ഡെപ്ത് ഉള്ള ഒരാളാണ് ജസീലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മറ്റേ ഇവാലുവേഷന് വരുന്നു, ചളിയടിക്കുന്നു, പോകുന്നു. ഓക്കെ. അപ്പം ഈ ഒരു പോയിന്റിൽ റിസൾട്ട് കിട്ടി സർവീസിലേക്ക് കയറാൻ പോകുന്ന ഈ ഒരു പോയിന്റിൽ എല്ലാ വർഷവും ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ജസീലെ കണ്ടൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താ ജസീലേക്ക് പറയാനുള്ളത്? നമ്മൾ ഒരു പാത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞു. സോ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഏതൊരു അക്കാഡമി ആണെങ്കിലും, ഏത് ടീച്ചറാണെങ്കിലും, ഏത് മെൻറ്റർ ആണെങ്കിലും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടേ പറയുള്ളൂ. സോ കറക്റ്റായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ഒരു ഫേസ് ഉണ്ട്, അതായത് ഞാൻ PCM ചെയ്യുന്ന 2022-2023 ആ ഒരു ടൈമിലായിരുന്നു. അറ്റ് ദാറ്റ് ടൈം എൻ്റെ അന്നത്തെ ക്ലാസ്സിൽ ഒരു 160 ആ സ്ട്രെങ്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് ക്ലാസ്സൊക്കെ ആയി വരുമ്പോഴത്തേക്കും ഒരു 30-ൽ താഴെ ആളുകളൊക്കെ ക്ലാസ്സിൽ വരുള്ളൂ. സോ അവിടെ തന്നെ നമുക്ക് ചില ഇപ്പോൾ ഹൈബ്രിഡാണ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇപ്പോൾ ഹൈബ്രിഡ് ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഹൈബ്രിഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ റെക്കോർഡിങ്സ് കാണുന്നവരും ഓൺലൈൻ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും, അത് നമുക്കറിയില്ല. പക്ഷെ എന്നാലും പകുതിയിലും താഴെ ആളുകൾ മാത്രമേ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പം ആ ഒരു ഡൈവേർഷൻ ഇല്ലാണ്ട് ഇരിക്കുക എന്നുള്ളതാണ്. ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കുക, മെൻറ്റേഴ്സ് പറയുന്നത് അത് ആക്ച്വലി PTS ഒക്കെ തുടങ്ങുമ്പോൾ അത് വിടും. മാക്സിമം ആൻസേഴ്സ് എഴുതുക, മെൻറ്റേഴ്സിനെ കാണിക്കുക. പിന്നെ ഇതൊരു ലൈക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ജേണിയാണ്. 160 പേരോ അല്ലെങ്കിൽ 200 പേരോ എന്തായാലും 100 above ഉണ്ടാവും ഒരു ബാച്ചിൽ ആളുകൾ, ഏത് ബാച്ചിലാണെങ്കിലും. അപ്പം അങ്ങനെയുള്ള ബാച്ചിൽ നമുക്ക് മെൻറ്റേഴ്സ് അസൈൻ ചെയ്ത് തരും, മെൻറ്റേഴ്സിനെ അസൈൻ ചെയ്ത് തരും. ഒരു മിനിമം ഒരു 10-15 മെൻറ്റീസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരോടും അങ്ങോട്ട് പോയി ഇൻറ്ററാക്ട് ചെയ്യും. പക്ഷേ എപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് മെൻറ്റേഴ്സിന് കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല സം ടൈം. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയാൽ ഒബ്വിയസ്ലി അവർ ആ ഹെൽപ്പും സപ്പോർട്ടും നമുക്ക് തരും എന്നാണ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ വാട്ട് ഈസ് അക്കോർഡിംഗ് ടു യുവർ റിക്വയർമെൻറ്റ്, ഫാക്കൽറ്റീസിനെ ആണെങ്കിൽ ടീച്ചേഴ്സിനായിട്ടും ഒരു പോയിൻ്റ് ഓഫ് ടച്ച് വയ്ക്കുക. ദെൻ പ്രോപ്പറായിട്ട് റിവിഷൻ സ്റ്റഡീസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ദാറ്റ് സക്സസ് വിൽ ഓട്ടോമാറ്റിക്കലി കം. വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതമാണല്ലോ ഇപ്പോൾ. പോഡ്കാസ്റ്റുകളിൽ നിന്ന് പോഡ്കാസ്റ്റുകളിലേക്ക് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനിയും സർവീസിലെത്തിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരിക, നമുക്ക് ഇതൊന്ന് പോഡ്കാസ്റ്റൊക്കെ വെക്കാം. ഉറപ്പായിട്ട്. ഓക്കെ, താങ്ക് യു ജസീല. താങ്ക് യു സോ മച്ച്.